ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ധനവും വിശ്വസ്തതയും. ശമൂവേൽ പ്രവാചകന്റെ സാക്ഷ്യം 1 ശമൂവേൽ 12-3-4 വാക്യത്തിൽ നമുക്ക് കാണാം. മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ധനം ആവശ്യമാണ്. എന്നാൽ ദൈവം ഏൽപ്പിച്ച പണം എങ്ങനെയെല്ലാം ചെലവഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ വിശ്വസ്തനാണോ അല്ലയോ എന്ന് ജനം മനസ്സിലാക്കുന്നത്. ലൂക്കോസ് 16-1-5 വാക്യങ്ങളിൽ നാം എത്രമാത്രം കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എത്രമാത്രം സൂക്ഷിച്ചു വെച്ചു എന്നതിൻ്റെ കണക്കും നോക്കിയാണ് സ്വർഗത്തിലെ നിക്ഷേപം നിർണ്ണയിക്കുന്നത്. ആർജിച്ച സമ്പത്തിൻ്റെ വിനിയോഗ രീതി ഓരോരുത്തരുടെയും ജീവിത വീക്ഷണത്തെയും ദർശനങ്ങളെയും സ്വഭാവത്തെയും വെളിപ്പെടുത്തുന്നു. ഭൂമിയിൽ തൻ്റെ സമ്പാദ്യത്തിന് നികുതി നൽകുന്നത് പോലെ കർത്താവിന് കണക്ക്, നികുതി എന്നിവ നൽകുന്നതാണ് ദാനം. നീതിബോധത്തോടെയുള്ള ദാനധർമ്മം ഒരുവൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ നല്ല മനസ്സോടെ നൽകുന്നത് സ്വർഗത്തിൽ മുതൽക്കൂട്ടാണ്. അവനവന് വേണ്ടാത്തതെല്ലാം കൊടുക്കുന്നത് ഉദാരതയോ ദാനമോ അല്ല. നാം പൂർണ്ണ മനസ്സോടെ ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് ദാനമാകുന്നത്. ഇതിന് ഔദാര്യ ഹൃദയമാണ് ആവശ്യം. വിധവയായ സ്ത്രീ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായത് നൽകിയത് മർക്കോസ് 12 വായിക്കുന്നുണ്ട്. സമ്പത്ത് ഈ ലോകത്ത് ജീവിതത്തിൽ കണക്കാണെങ്കിൽ ദാനം മരണത്തിനപ്പുറത്തേക്കുള്ള സമ്പാദ്യമാണ്. നമുക്ക് ലഭിച്ചതെല്ലാം നമുക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയാണ്. ദൈവം ചിലരെ സമ്പന്നരാക്കിയത് അതിനാണ്. വെറുതെ ആർജിച്ച് വെക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നത് കുറ്റകരമാണ്. അത് തലമുറകൾക്ക് വഴി നശിച്ചു പോവുകയും ചെയ്യും. വാങ്ങുക എന്നത് മാനുഷിക സ്വഭാവമാണെങ്കിൽ നൽകുക എന്നത് ദൈവിക നീതിയും സ്വഭാവമാണ്. കോടികൾ സമ്പാദിച്ച നേതാക്കന്മാർക്ക് ആർക്കും തന്നെ സമ്പത്ത് പൈതൃകമായി കിട്ടിയതല്ല. ബന്ധക്കോസ് കോളത്തിൽ ആരും തങ്ങളുടെ അതരത്തിൽ വെള്ളി കരണ്ടിയുമായി ജനിച്ചവരല്ല. കിട്ടിയ സ്ഥാനം എത്തിയിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ കീശ ഉയർപ്പിച്ചതാണ്. നമ്മൾ ശമൂവേൽ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നത് 12-3-4 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനിതാ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഒരുത്തൻ്റെ കാളയോ അപഹരിച്ചിട്ടുണ്ടോ, ഒരുത്തൻ്റെ കരുതിയെ അപഹരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തന്മാരുടെ മുമ്പാകെ എന്നെ നേരെ സാക്ഷീകരിപ്പീൻ, ഞാൻ അത് മടക്കിത്തരാം. അത് ജനങ്ങൾ പറയാണ്, അതിനെ അവർ നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിൻ്റെയും കയ്യിൽ നിന്നും വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് സാക്ഷ്യം. നമുക്ക് സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.